റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയാണ്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇത്. ഏതൊക്കെ വേക്കൻസീസാണ് വന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. മാനേജർ, ടൈപ്പിസ്റ്റ്, ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ എന്നിങ്ങനെ 8113 വേക്കൻസീസാണ് RRBയിൽ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-നും 36 വയസ്സിനും ഇടയിലായിരിക്കണം. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വേക്കൻസികളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 13/10/2024 പ്രധാനപ്പെട്ട വേക്കൻസീസ് നമുക്കൊന്ന് നോക്കാം. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 1736 ഒഴിവുകളും സ്റ്റേഷൻ മാസ്റ്റർ 994 ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ 3144 ഒഴിവുകളാണുള്ളത്. ജൂനിയർ അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് 1507 ഒഴിവുകൾ. അതുപോലെ തന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 732 ഒഴിവുകൾ. ഇത്രയും ഒഴിവുകളാണ് RRB റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 174 ഒഴിവുകളാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിനിമം ഏജ് 18, അതുപോലെ തന്നെ മാക്സിമം ഏജ് 36 വയസ്സ്. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ OBC കാറ്റഗറിയിൽ വരുന്നവർക്ക് 500 രൂപയും ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്, SC ST എന്നീ കാറ്റഗറിയിൽ വരുന്നവർക്ക് 250 രൂപയുമാണ്. ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ഒന്ന് നോക്കിയാലോ. www.rrb.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചോ അല്ലാതെയോ നമുക്ക് ഡയറക്റ്റും ചെയ്യാം. ഇത് രണ്ടും കൊടുക്കുമ്പോൾ വരുന്നത് ഒരേ സൈറ്റ് തന്നെയാണ്. RRB സൈറ്റിൽ പോവുക. ഡയറക്റ്റ് സൈറ്റിൽ പോയതിന് ശേഷം അതിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണ് ചെയ്യാനുള്ള. അക്കൗണ്ട് ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ PSC ഒക്കെ പോലെ തന്നെയാണ്. ഒരു ID ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിന് അപ്ലൈ ബട്ടൺ യൂസ് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് അതിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും, അതായത് ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ നെയിം, പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡ് പ്രധാനമായും ചോദിക്കും. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുത്തു വെച്ച് തന്നെ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡ് നമ്പറും അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. ഇതിനിടയിൽ പേയ്മെൻറ്റിനുള്ള പ്രോസസ്സും കാണും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 14 ഒക്ടോബറിന് മുമ്പ് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതാണ്.